ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. റൗണ്ട് ഡോർ മാറ്റാണ്. സാരി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ 3 കളറ് സാരി എടുത്താണ് ഇത് ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ അളവ് നോക്കാം. നമുക്ക് 1.5 ഇഞ്ച് വീതിയിലാണ്. പിന്നെ സാരിയുടെ ലെങ്ത് എത്രത്തോളം കിട്ടുമോ അത് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ സ്ട്രിപ്പ് തങ്ങളുടെ ജോയിൻ ചെയ്യുന്നത്, അതിൻ്റെ ആ എൻഡ് വശം ജോയിൻ ചെയ്യേണ്ട 2 പീസിൻ്റെയും ആ എൻഡ് വശം ഒന്നെടുത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ 2 കട്ട് വശവും കൂടെ ചേർത്ത് വെക്കണം. ഓപ്പോസിറ്റ് ദിശയിലായിട്ട് ചേർന്നിരിക്കണം. എന്നിട്ട് ജോയിൻ ചെയ്യേണ്ടുന്ന സ്ട്രിപ്പിൻ്റെ ആ അറ്റം ആ 2 ഹോളിൽ മുകളിൽ കൂടി കൊണ്ടുവന്നിട്ട് താഴേക്ക് നമ്മൾക്ക് എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾക്കവിടെ ജോയിൻ്റ് ആകും. ഇനി നമ്മൾക്കത് ബോൾ രൂപത്തിലൊന്ന് നമ്മൾക്ക് ചുറ്റി കൊടുക്കണം. അടുത്ത കളർ നമുക്ക് എത്ര കളറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് എല്ലാം 1.5 ഇഞ്ച് വീതിയിൽ ഒരേ അളവിലെടുക്കണം. 1.5 ഇഞ്ച് വീതിയാണ്. ഇപ്പോൾ ഈ സെറ്റർ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ നീഡിൽ ഒന്ന് കെട്ട് കൊടുക്കണം. ഒരു നോർമൽ കെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് നോട്ട് ഇടുന്നത്. ഇപ്പോൾ ഈ 2 വിരൽ ഉപയോഗിച്ചിട്ടാണ്. ശേഷം അതിനെ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ കെട്ടിടുക. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ഈ നീഡിൽ നോട്ട് ഇടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ 32 നോട്ടാണ് ഇട്ടിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഡോർമാറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഡോർമാറ്റ് ആയതുകൊണ്ട് 2 സൈഡും കൂടി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല വലിപ്പം കാണും ഡോർമാറ്റിന്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള നോട്ട് ഇടുക. ഇപ്പോൾ ഞാൻ 32 നോട്ടാണ് ഇട്ടിട്ടുള്ളത്. 32 നോട്ട്സാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഓരോന്നും ഇതേപോലെ ഇതേ രീതിയിൽ ഇപ്പോൾ നീഡിലൊന്ന് കടത്തിയിട്ട് ഫസ്റ്റ് ആ റിങ്ങിൻ്റെ ഉള്ളിൽ നീഡിൽ കടത്തിയിട്ട് സ്ട്രിപ്പൊന്ന് ചുറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ആ വശത്തോടാണ് അത് എടുക്കേണ്ടുന്നത്. ഈ ചുറ്റുന്ന റൈറ്റ് നീഡിൽ അപ്പോഴാണ് നമ്മൾക്ക് ആ ചുറ്റുന്നതാണ് റൈറ്റ് നീഡിൽ നമ്മൾക്ക് അടുത്ത ഒരു നോട്ടായിട്ട് വരുന്നത്, കെട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തോടാണ് നമ്മൾക്ക് ഇത് നീഡിൽ കടത്തി വെളിയിൽ കൊണ്ടുവരേണ്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഫുള്ള് നമുക്ക് റൈറ്റ് നീഡിലാക്കുക. ഇപ്പം 32 കെട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു നീഡിലാക്കി കഴിഞ്ഞു. റൈറ്റ് ഒരു നീഡിലായി. ഇപ്പോൾ നമ്മൾക്ക് ഒരു ലൈൻ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ ആ നീഡിൽ റൈറ്റ് നീഡിൽ ഒരു നോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ട്രിപ്പിനെ ഒന്ന് ഉള്ളിൽ കൊണ്ടുവരണം. ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത റിങ് മുതലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മൾ റൈറ്റ് നീഡിൽ ഇതേ രീതിയിൽ ചെയ്തു വരണം. നമുക്ക് ലാസ്റ്റ് അവിടെ വരുമ്പോൾ 2 എണ്ണം വിടണം. ഓരോ പ്രാവശ്യവും ചെയ്തു വരുമ്പോൾ 2 എണ്ണം വിടണം. അവിടെ നമ്മൾക്ക് 2 എണ്ണമാണ്, 2 കെട്ടാണ് വിടേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണം വിട്ട് കഴിഞ്ഞു. അതിന് ശേഷം ആ സ്ട്രിപ്പിനെ ബാക്കിൽ വിട്ടതിന് ശേഷം നീഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡിൽ നീഡിൽ റൈറ്റ് ഹാൻഡിലാക്കണം, റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിലും ആക്കണം. എപ്പോഴും നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് സ്ട്രിപ്പുള്ളത് ലെഫ്റ്റ് ഹാൻഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഫുള്ള് അരികുവശമായിട്ട് വരും. അത് ഫുള്ള് നമ്മൾ ഈ 2
കെട്ട് എടുത്ത നീഡിലിൽ ആ ഫുള്ള് എടുക്കുക. ബാക്കി 30 നോട്ട്സ് ഉണ്ട്. ആ 30 നോട്ടും ഇതേപോലെ തന്നെ ഒരു നീഡിലാക്കുക. അപ്പോഴാണ് നമ്മൾക്ക് ഒരു ലൈൻ കംപ്ലീറ്റ് ആവും. ഈ അരികവശമാണ് ഇവിടെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കെട്ട് കൊടുത്തതാണ്. അതാണ് നമ്മൾക്ക് അരികവശമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ 2 എണ്ണം കൂടി വിടും. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ആവും. ഫസ്റ്റ് നമ്മൾ ഒരു കെട്ട് റൈറ്റ് നീഡിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് റിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നീഡിലിൻ്റെ ഷാർപ്പുള്ള വശത്തുനിന്ന് നീഡിലിൻ്റെ കട്ടയുള്ള ഭാഗമുണ്ട് നമ്പർ എഴുതിയിരിക്കുന്നത്. ആ ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾക്ക് ഓരോ പ്രാവശ്യം 2 വീതം വിരണ്ടുന്നത്. ഇനിയിപ്പം നമ്മൾ ആദ്യം 2 എണ്ണമാണ് വിട്ടത്. ഇനിയും നമ്മൾ ചെയ്ത് വരുമ്പോൾ 2 വിടും. അപ്പോൾ അങ്ങനെ 4 ആവും. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ കട്ട വശത്തോട്ട് ചെയ്ത് വരുമ്പോൾ 6 ആവും. നെക്സ്റ്റ് 8 ആവും. പിന്നെ 10, 12 അങ്ങനെ 32 വരെയും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 4 ആയി. എന്നിട്ട് സ്ട്രിപ്പ് ബാക്കിൽ വിട്ടിട്ട് നീഡിൽ ചേഞ്ച് ചെയ്ത് റൈറ്റ് നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇപ്പം 4 എണ്ണമാണ് നമുക്ക് 4 നോട്ടാണ് അതിലുള്ളത്. ഇതേ രീതിയിൽ അരികവശം വരെയും ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പം നമ്മൾക്ക് ഒരു നീഡിലാകും. ഇങ്ങനെയാണ് ഓരോ ലൈൻ എക്സ്ട്രാ വരുന്നത്. അപ്പം നമ്മളത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 6 ആണ് വരേണ്ടത് ടോട്ടൽ നോക്കുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് കെട്ട് നമ്മൾ റൈറ്റ് നീഡിൽ അങ്ങനെ ഇട്ടതിന് ശേഷം സ്ട്രിപ്പിൽ നിന്ന് അകത്ത് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത റിങ്ങിലാണ് പിന്നെ വീണ്ടും നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യുന്നത് വരെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആ 6 വരെ ലെഫ്റ്റ് നീഡിൽ 6 വരെയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 3ാമത്തെ തവണയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 വീതം അങ്ങനെ 6 ആവുന്നു നമ്മൾക്ക്. അപ്പം നമ്മൾ ഇതിനകത്ത് 6 കെട്ട് ഉണ്ട്. ഇനി നമ്മൾ സ്ട്രിപ്പിനെ ബാക്കിൽ വിട്ടിട്ട് നീഡിൽ ചേഞ്ച് ചെയ്യുക. വീണ്ടും നമ്മൾ ആ 6 നോട്ടുള്ള ആ നീഡിൽ ലെഫ്റ്റ് ഹാൻഡിലെ ആ ഫുള്ള് നോട്ടും ചെയ്ത് റൈറ്റ് ഹാൻഡിൽ നീഡിലാക്കണം. അരികവശം വരുമ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റും നോട്ട് ചെയ്ത് റൈറ്റ് നീഡിലാക്കണം. അതാണ് നമ്മൾ അരികവശം ബോർഡറായിട്ട് വരുന്ന ഭാഗം. ഇപ്പോൾ നമുക്ക് ഒരു ലൈനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് കെട്ട് നമ്മൾ റൈറ്റ് നീഡിലാക്കിയതിന് ശേഷമാണ് നെക്സ്റ്റ് റിങ്ങിൽ മുതലാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. റിങ് മാതിരി ഇരിക്കുന്ന നോട്ടെന്നാണ് പറയുന്നത്. വീണ്ടും അതുപോലെ തന്നെ അരികവശം വരെയും ഫുള്ള് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് ആ 10 വരെയും ചെയ്യുക. ഓരോ തവണയും നമ്മൾ ചെയ്യുമ്പോൾ 2 വിടുകയാണ് ചെയ്യുന്നത്.
വീണ്ടും നമ്മൾ അരികുവശം വരെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ലൈനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ ആ അരികുവശത്തെ ആ ഫസ്റ്റ് നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി നമ്മൾക്ക് 12 ആണ് വരുന്നത്. ഓരോ തവണയും 2 വീതം വിട്ടിട്ട് ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോഴാണ് ഓരോ ലൈനും കംപ്ലീറ്റ് ആകുമ്പോൾ 2 എക്സ്ട്രാ വരും. ഇപ്പോൾ 12 ആണ് നമ്മൾക്കവിടെ വേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ 12 ടോട്ടലായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ 2 വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 12 ആവുന്നത്. അപ്പോൾ 12 ലൈന് നമ്മളവിടെ ഓരോ പ്രാവശ്യം 2 വീതമാണ്. അപ്പം നമ്മൾക്ക് 6 ലൈനാണ് വന്നിട്ടുള്ളത്. വീണ്ടും അരികുവശം വരെ ചെയ്ത് ഒരു നീഡിലാക്കുക, റൈറ്റ് നീഡിലാക്കുക. ഇപ്പോൾ നമ്മൾ അടുത്ത ലൈനും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ ഫസ്റ്റ് നോട്ടിനെ റൈറ്റ് നീഡിലാക്കണം. ഇപ്പോൾ നമ്മൾക്കിവിടെ 14 ആണ് വേണ്ടുന്നത്. ഓരോ തവണയും 2 വീതം വിടുക. ശേഷം അരികുവശം വരെ റൈറ്റ് നീഡിലാക്കുക. അരികുവശം വരെയും ചെയ്ത് ഒരു നീഡിലാക്കണം. ഇപ്പോൾ നമ്മൾക്ക് ആ ലൈനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി 16 ആണ് നമുക്ക് വരേണ്ടുന്നത്. നമുക്ക് അവിടം വരെ ചെയ്തു പോകണം. അപ്പോൾ ആ ലൈൻ ചെയ്തു പോകുമ്പോൾ നമ്മൾ 2 നോട്ട് വിടുന്നുണ്ട്. ഇപ്പോൾ 16 ആണ്. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ 16 ആണ് വരുന്നത്. വീണ്ടും നമ്മൾ സ്ട്രിപ്പിനെ ബാക്കിലാക്കി നീഡിൽ ചേഞ്ച് ചെയ്ത് അരികുവശം വരെ ഫുള്ള് ചെയ്ത് ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്കവിടെ വീണ്ടും ഒരു ലൈന് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഓരോ ലൈനും എക്സ്ട്രാ വരുന്നത്. അരികുവശം വരെയും ചെയ്തു പോവുക. അപ്പോൾ നമ്മൾക്ക് ഒരു ലൈനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്കവിടെ 18 ആണ് വരേണ്ടുന്നത്. ഓരോ തവണയും 2 കെട്ട് വീതമാണ് നമ്മൾ വിടുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ 20 ആവും. നെക്സ്റ്റ് 22, അങ്ങനെ 32 വരെ നമുക്ക് ആകുമ്പോൾ ഒരു കളറ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ 32 നോട്ടാണ് എടുത്തിട്ടുള്ളത്. 32 കെട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് 16 ലൈൻ, അതിൻ്റെ ഹാഫ് 2 വീതമാണ് നമ്മൾ വിടുന്നത് ഓരോ ലൈനും ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് 16 ലൈനാണ് അവിടെ വരുന്നത്. ഇങ്ങനെ ഓരോ തവണയും 2 വിടുന്നതിൻ്റെയാണ് അവിടെ നമ്മൾക്ക് ഓരോ ലൈനായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലൈനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അവിടം വരെയാണ് ഇനി ചെയ്യേണ്ടുന്നത്.
കഴിഞ്ഞ തവണ നമ്മൾ 18 ആണെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് 20 ആണ് അവിടെ വിടേണ്ടുന്നത്. നെക്സ്റ്റ് 22, 24 അങ്ങനെ വരും. അപ്പോൾ അതാ ഓരോന്നിൻ്റെയാണ് ആ ഓരോ ലൈനും കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ലൈനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പാലയിനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ ഫുള്ള് 32ഉം കഴിയുമ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് നമ്മൾ അങ്ങറ്റം വരെ 32 ആ നോട്ട് 32 കെട്ട് നമ്മൾ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഒരു തവണ ചെയ്തു പോകണം. അങ്ങനെ ഈ സെൻറ്റർ ഭാഗത്ത് വരണം. അപ്പോൾ നമ്മൾ ആ ഒരു കളറിൻ്റെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കട്ടഭാഗത്ത് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ 2 വിടുന്നത്. അത് സെൻറ്റർ ഭാഗത്ത് അവിടെയാണ് നമ്മൾ കളറ് ജോയിൻ ചെയ്യുന്നത് ബാക്ക് സൈഡായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ആ സ്ട്രിപ്പിനെ ഇട്ട് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കളറ് നമ്മൾ നെക്സ്റ്റ് കളർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ 32 നോട്ടും നമ്മൾക്ക് ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യണം. ഇപ്പോൾ ഈ റോസ് കളർ സ്ട്രിപ്പ് ഉപയോഗിച്ച് 32 നമ്മൾക്ക് ഇതേ രീതിയിൽ ചെയ്തു പോകണം. അപ്പോൾ ആ റോസിൻ്റെ തന്നെ 32 റിങ് നമുക്ക് ഇതിൽ വരും. കളർ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ആ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ കളർ ജോയിൻ ചെയ്യേണ്ടുന്നത്. അത് നമുക്ക് അരികവശമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇവിടം വരെ അരികവശം വരെ ചെയ്തു പോവുക. അപ്പോൾ 32 നോട്ട് നമ്മൾക്ക് പിങ്ക് കളറിൽ വരും. കളർ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് ആ കളർ ഉപയോഗിച്ച് ഫുള്ള് നമുക്ക് ചെയ്യണം. ശേഷം ഈ 32 നോട്ടിൽ നമ്മൾ ഗ്രീനിൽ ചെയ്ത മാതിരി തന്നെ വീണ്ടും ഇതേപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ 32 ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ചെയ്തു വരുമ്പോൾ പഴയതുപോലെ നമ്മൾ ആ ഗ്രീൻ കളർ ചെയ്ത പോലെ തന്നെ 2 വിടും. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 നോട്ട് വിടണം ഫസ്റ്റ് ലൈൻ ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ നമുക്ക് 2 നോട്ട് വിട്ടതിന് ശേഷം ആ സ്റ്റെപ്പിനെ ബാക്കിൽ കൊണ്ടുപോയി നീഡിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ 2 കെട്ട് ഉള്ള ആ നീഡിലാക്കണം ഈ ഫുള്ള് സ്ട്രിപ്പ്. ബാക്കി 30യും അതിൽ ചെയ്ത് വരണം. അങ്ങനെ ഒരു നീഡിലാവും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു ലൈന് കംപ്ലീറ്റ് ആവും. നമ്മൾ ഗ്രീൻ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അരുവശത്തുനിന്ന് ചെയ്ത് സെൻറ്റർ ഭാഗത്തോട്ട് ആ കട്ടയുള്ള ഭാഗം നീഡിലിൻ്റെ നമ്പറുള്ള ഭാഗത്ത് പോകുമ്പോഴാണ് നമ്മൾക്ക് ഓരോ തവണയും 2 വീതം വിട്ട് ചെയ്താൽ മതി. അങ്ങനെ കുറഞ്ഞ് നമ്മൾക്ക് വരുന്നത്. ലാസ്റ്റ് നമുക്ക് 2 ആവും. അതുകൂടി അത് 2 ആവുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഫുള്ള് അങ്ങ് ആ സെൻറ്റർ ഭാഗം വരെ അതേ കളറിൽ ചെയ്തു പോകണം. ഇതിപ്പോൾ ഗ്രീൻ ചെയ്ത മാതിരി തന്നെ ചെയ്തു പോയാൽ മതി. അങ്ങനെയാണ് ഇത് ഫിനിഷിങ് ആവുന്നത് വരെ ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ മതി. നെക്സ്റ്റ് ഇനി നമ്മൾ 2 നോട്ടും കൂടെ വിടും. അപ്പോൾ 4 ആവും. അടുത്ത 6, 8 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾക്ക് 2 നോട്ട് വിട്ട് അങ്ങനെ 4 ആയി. അപ്പോൾ നമ്മൾ സ്ട്രിപ്പിനെ ബാക്കിൽ വെച്ചിട്ട് നീഡിൽ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ആ 4 കെട്ടുള്ള ആ നീഡിൽ നമ്മൾ ബാക്കി ഫുള്ള് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് 28 കെട്ട് കാണും. അത് ഫുള്ള് ചെയ്ത് റൈറ്റ് നീഡിലാക്കും. അപ്പോൾ നമുക്ക് ഒരു ലൈന് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഇത് ഇൻക്രീസായി വരുന്നത്.
അപ്പോൾ അതും ഫുള്ള് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ ഒരു തവണ നമ്മൾ ഗ്രീൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇതും ആ 32 കെട്ടും ഇതുപോലെ ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഒരു തവണ ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ആ സെൻറ്ററിൽ നിന്നാണ് ഇനി അടുത്ത കളർ ജോയിൻ ചെയ്യേണ്ടത്. അവിടെ നിന്ന് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ചെയ്തിട്ട് നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ആയിട്ടുണ്ട്. അവിടെ ഇനി നമുക്ക് കളർ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നത് ഒരേ ഭാഗത്ത് തന്നെ ആയിരിക്കണം. ബാക്ക് സൈഡിൽ ആയിട്ട് വരണം. കളർ ജോയിൻ ചെയ്യുന്ന എല്ലാം ഒരു ഭാഗത്താവണം. ഇതേപോലെ തന്നെ ജോയിൻ ചെയ്താൽ മതിയും. അപ്പോൾ ഇനി നമ്മൾ യെല്ലോ സ്ട്രിപ്പ് വെച്ച് ഫുള്ള് ഒരു തവണ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കളർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് 32 യെല്ലോയുടെ കെട്ട് നമ്മൾക്ക് നീഡിൽ വരും. ഫുള്ള് നമ്മൾ അരിവശം വരെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കെട്ടിട്ടില്ല, അതുപോലെ തന്നെയാണിത്. ഫസ്റ്റ് നമ്മൾ 32 ഗ്രീൻ കളറിൽ കെട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് കെട്ട് നമ്മൾ നീഡിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ്. സെക്കൻഡ് ലൈൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ആ ഗ്രീൻ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് എല്ലാ കളറും, ഇങ്ങനെ ഓരോ കളറും. അപ്പം ഞാൻ 3 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നീഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം, വെളിയിലാകരുത്. നീഡിലിൻ്റെ ഇപ്പുറത്ത് കിടക്കണം, ലെഫ്റ്റ് സൈഡിലായിരിക്കണം സ്ട്രിപ്പ്. അപ്പോഴേ നമുക്ക് ആ റിങ് കറക്റ്റായിട്ട് ഗ്രീൻ കളർ സ്റ്റാർട്ടിങ് മുതലേ വരൂ. അപ്പോൾ നമുക്ക് അരിവശം വരെ ആ 32 ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ 32 റിങ് നമുക്ക് അതിൽ വരും. അപ്പോൾ നമുക്ക് 12 പെറ്റലായിട്ടാണ് ഇതിൽ കിട്ടുന്നത്. നമുക്ക് 3 കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ കളറിൻ്റെയും 4 വീതമാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്കത് ഫിനിഷ് ചെയ്യാൻ ഇനി ഒരു കളറും കൂടി, യെല്ലോയുടെ ഒരു കളറും കൂടി ചെയ്യണം. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടില്ല. കളർ ചേഞ്ച് ചെയ്യുമ്പോഴൊന്നും ഞാനത് കട്ട് ചെയ്തിട്ടില്ല. ആ സ്ട്രിപ്പ് അങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ നീഡിലിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ആ യെല്ലോ കളർ ഉപയോഗിച്ച് സ്റ്റാർട്ടിങ് മുതലേ കിട്ടും ആ കളറ്. അപ്പം നമുക്ക് ഇപ്പം ആ കളറിൻ്റെ തന്നെ യെല്ലോയുടെ 32 നോട്ട് നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫസ്റ്റ് ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കെട്ടാണ് ഇട്ടത്. ഇനി ആ ഫസ്റ്റ് ഒരെണ്ണം നീഡിലാക്കണം ഒരു നോട്ടിന്. ശേഷം നെക്സ്റ്റ് നോട്ടിലാണ് നീഡിൽ കടത്തി സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ നമ്മൾ ഇവിടം വരെ ചെയ്ത് വരുമ്പോൾ 2 കെട്ട് വിടണം. ആ യെല്ലോയുടെ 2 എണ്ണം വിടുക. ശേഷം ആ 2 എണ്ണം എടുത്തതിൽ ആ റൈറ്റ് നീഡിൽ തന്നെ ബാക്കി അരികോശം വരെ ഫുള്ള് 30 ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് ഒരു ലൈൻ ആവുന്നത്. നെക്സ്റ്റ് അരികോശത്തുനിന്ന് സെൻറ്ററിലോട്ട് ചെയ്ത് പോകുമ്പോൾ വീണ്ടും 2 വിടണം. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഇത്രയും ചെയ്ത് കംപ്ലീറ്റ് ആവാറായി കഴിഞ്ഞു. ഫിനിഷിങ് മാത്രം ഒന്ന് കാണിക്കാം. ഇതും കൂടെ ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യുകയാണ്. വീണ്ടും അരികോശം വരെ നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് 4 എണ്ണമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ നീഡിൽ എടുക്കുക. ഫസ്റ്റ് റിങ് വീണ്ടും ബാക്കിൽ സ്ട്രിപ്പ് ഇടുക, നീഡിൽ ചേഞ്ച് ചെയ്യുക. 2 3 4 5 6 ആണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തു പോകുമ്പോൾ 4 ആയിരിക്കും ഉള്ളത്. 2 എണ്ണം നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 ആണ് ചെയ്ത് വരുമ്പോൾ വരുന്നത്. അപ്പോൾ 2 എണ്ണം വീണ്ടും നമ്മൾ 2 എണ്ണം വിട്ടു. ഇപ്പം നമ്മൾക്ക് 2 ആയി.
അത് നമ്മൾ രണ്ട് നോട്ടും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ യെല്ലോ കളറിൻ്റെ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മറ്റുള്ള കളറൊക്കെ നമ്മൾ മിഡിൽ ഭാഗത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഈ 32 ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ സെൻറ്റർ ഭാഗം വരെ ഒരു തവണ ചെയ്തു പോകുമായിരുന്നു. ഇത് നമ്മൾ ജോയിൻ ചെയ്യുമായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യേണ്ട, നമ്മൾക്ക് കെട്ടാണ് ഇടുന്നത് നമ്മളിവിടെ മാത്രം. അപ്പോൾ നമ്മൾ കെട്ടിടുന്നത് ഈ 2 കെട്ടിൻ്റെ ഉള്ളിൽ കൂടി സൂചി ഇതുവരെ നമ്മൾ ഓരോ നോട്ടിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ 2 കെട്ട് ഒന്നിച്ച് എടുത്താണ് നമ്മൾ കെട്ടിടുന്നത്. അപ്പോൾ നമുക്ക് അഴിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ 2 എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നീഡിൽ നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ആ ഒരെണ്ണം വരുന്നതിനെ നമ്മൾ റൈറ്റ് നീഡിൽ നിന്ന് ലെഫ്റ്റ് നീഡിലാക്കണം. അപ്പോൾ ആ 2 കെട്ടിലും കൂടി കടത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം മൈനസ് ആവും. അങ്ങനെയാണ് കെട്ടായിട്ട് വരുന്നത്. ഒന്നൊന്ന് മൈനസായിട്ട് വരും. അത് നമ്മൾ ലെഫ്റ്റ് നീഡിലാക്കുക. വീണ്ടും നമ്മൾ ആ നീഡിൽ നിന്ന് ഒരെണ്ണം കൂടി എടുക്കുക. അങ്ങനെ 2ലും കൂടി ഒന്നിച്ച് നീഡിൽ കടത്തിയിട്ട് വീണ്ടും ആ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യുക. അപ്പോഴും നമ്മൾക്ക് ഒരെണ്ണം മൈനസായിട്ട് നമ്മൾ 2 എടുത്ത് ചെയ്യുന്നത് കൊണ്ട് 1 വരുന്നത് നമുക്ക്. വീണ്ടും നമ്മളതിനെ ലെഫ്റ്റ് നീഡിലാക്കിയിട്ട് ഒരു കെട്ടും കൂടെ എടുത്ത് അങ്ങനെ 2 കൂടെ ഒന്നിച്ച് നീഡിൽ കടത്തിയാണ് വീണ്ടും ചെയ്യുന്നത്. ശേഷം ആ റൈറ്റ് നീഡിലിനെ ലെഫ്റ്റ് നീഡിലാക്കുക. വീണ്ടും 2ലും കൂടി കടത്തി വീണ്ടും ഇതേപോലെ പഴയതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 2 നോട്ട് ഒന്നിച്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആ കെട്ടായിട്ട് വരുന്നുണ്ട്. ഓരോന്നും മൈനസായിട്ട് അങ്ങനെ നല്ല നീറ്റായിട്ട് വരുന്നുണ്ട്. ഒരു ചെയിൻ സ്റ്റിച്ച് മാതിരി തന്നെ താണ്ടേ. അപ്പോൾ 2 എണ്ണത്തിലും കൂടി ചേർത്താണ് എടുക്കുന്നത്. നമ്മൾ ഇതുവരെ ഒരു കെട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ട്രിപ്പ് ഉപയോഗിച്ച്. ഇപ്പോൾ നമ്മൾ 2 എണ്ണമാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഓരോന്നും മൈനസായിട്ട് കെട്ടായിട്ട് വരുന്നത്. അങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കെട്ട് ഒന്നിച്ചെടുക്കുന്നതേ ഉള്ളൂ. ചെയ്യുന്ന രീതിയെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫുൾ ഇതുപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആയി കൊണ്ടുവരിക. ലാസ്റ്റ് നമ്മൾക്ക് ഒരു കെട്ട് മാത്രമായിരിക്കും നീഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് വരുന്നത്. അപ്പോൾ 2 എണ്ണം കൂടെ ചേർത്തെടുത്തിട്ട് സ്ട്രിപ്പ് ഉപയോഗിച്ച് റൈറ്റ് നീഡിൽ, വീണ്ടും ആ റൈറ്റ് നീഡിലിനെ ലെഫ്റ്റ് നീഡിലാക്കുക. എന്നിട്ട് ആ നീഡിൽ ഒന്നും കൂടി എടുക്കുക. അങ്ങനെ 2 കെട്ടും കൂടി ചേർത്ത് വീണ്ടും ലെഫ്റ്റ് നീഡിലാക്കുക. വീണ്ടും അതിലെ ഒരു കെട്ടും കൂടി എടുക്കുക. അപ്പോൾ 2 കൂടി ജോയിൻ കെട്ടിടുക. ഇപ്പോൾ നമുക്ക് 1 ലാസ്റ്റുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എത്ര വാഷ് ചെയ്യുമ്പോഴൊന്നും വിട്ടു പോകത്തില്ല, നല്ലതായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ കെട്ടിട്ടാൽ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു കെട്ട് വീഴും ആ വളയത്തിൻ്റെ ഉള്ളിൽ കൂടി. ഇപ്പോൾ നമ്മൾ ചെയ്തു വന്നത്. ശേഷം ആ സെൻറ്റർ ഭാഗം നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സാരിയുടെ സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെയാണ് 2 കൂടി ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നീളമുള്ള നീഡിലുണ്ട്, വലിയ ഹോളുള്ള, അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ആ സെൻറ്റർ ഭാഗം ഒന്ന് ജോയിൻ ചെയ്യുക, അവിടെ ഗ്യാപ്പില്ലാത്ത വിധം. ശേഷം നമ്മൾ ആ 2 പെറ്റലിൻ്റെയും കൂടെ ഗ്രീനും യെല്ലോയും 2 കൂടി ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്ക് നൂല് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, വൂളൻ ത്രെഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ 2 കൂടി ചേർത്ത്, ഇപ്പോൾ യെല്ലോ സ്ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ യെല്ലോയിൽ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ഗ്രീനിൽ പിന്നെ യെല്ലോയിലും കൂടെ ചേർത്ത് ഇങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോവുക.
ഇപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലാണ് നമ്മളിത് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഓരോ കളർ ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ബോർഡർ വശം അരികു വശം കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. ഇപ്പോൾ കോട്ടൺ തുണിയിലൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ലെഗിൻസ് കൊണ്ടുമൊക്കെ നല്ലപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത ആ സ്ട്രിപ്പിൻ്റെയൊക്കെ ബാലൻസ് ശേഷം 3 കളറും കൂടെ ഒന്ന് കെട്ടിടണം. നമ്മളിപ്പോൾ ഞാൻ 3 കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അത് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ക്രോഷ്യ ഹൂക്ക് വെച്ച് ആണ് ഞാനൊന്ന് പിടിച്ചിടുന്നത് ബാക്ക് സൈഡിലോട്ട്. അതാത് കളറിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഈ റൗണ്ട് മാറ്റി നമ്മൾക്ക് 12 പെറ്റലായിട്ടാണ് വരുന്നത്. ഇത് ഇപ്പോൾ 2 കളർ ഉപയോഗിച്ച് ചെയ്യാം, 1 കളർ മാത്രമായിട്ടും ചെയ്യാം. ഇപ്പോൾ 2 കളർ അതിൽ കൂടുതലോ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് നല്ല വശമാണ്. നമ്മൾ ആ ജോയിൻ ചെയ്യുന്ന സ്ട്രിപ്പിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇത്തിരി ഉള്ളിലോട്ട് വലിച്ച് വെച്ചാൽ മതി. ഇപ്പം നല്ല നീറ്റായിരിക്കും. അപ്പോൾ ഇത് 19 ഇഞ്ചസാണ് എനിക്കുള്ളത്. 19 ഇഞ്ചാണ് ഇതിൻ്റെ നീളവും വീതിയും വരുന്നത്. അപ്പോൾ 2 സൈഡും കൂടെ ആകുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അരികുവശം. നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഇഞ്ച് അതിൽ കൂടുതലും എടുക്കുക. ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് 1.5 ഇഞ്ച് എടുത്തത്. അപ്പോൾ കുറച്ച് ബാലൻസ് വരുമെന്ന് കരുതിയാണ്. ഇതാണ് നമ്മൾ ഓരോ ലൈനും ചെയ്തു പോകുന്നത്. ഇപ്പം നമ്മൾക്ക് 60 ലൈൻസാണുള്ളത്, 16 റോ. അത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ആ കളർ ഉപയോഗിച്ച് ഫുള്ള് 32 നമ്മൾ ഒരു തവണ ചെയ്യും. അതും കൂടെ ചേർത്താണ് 16 വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ, താങ്ക് യു.